ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ റെയിൽവേ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, RPF ഉണ്ട്. പക്ഷേ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അവരെ മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുലേഖ ഒരിക്കൽ കൂടി ചേരുകയാണ്. സുലേഖ, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞതുപോലെ അവിടെ വലിയൊരു കയ്യേറ്റം റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പോലീസ് സ്ഥലത്തുണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതിനെല്ലാം മറികടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കയ്യേറ്റം ഉണ്ടായോ? എന്താണ് നേതാക്കൾ പറഞ്ഞത്? സിജു, തീർച്ചയായും ഇത്തരത്തിൽ ഈ പോലീസ് നീക്കം ചെയ്യുന്ന പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. വലിയ രീതിയിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി ഡിവൈഎഫ്ഐ പറയുന്നു. എന്തായാലും സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് ഡിവൈഎഫ്ഐ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ മർദ്ദനമുണ്ടായത്. ഈ മർദ്ദനത്തിൽ സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുകൂടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ആദ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കേസെടുക്കേണ്ടത് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് എന്ന് കൂടി ഡിവൈഎഫ്ഐ പറയുന്നു. അവർക്കെതിരെ കേസെടുക്കണം. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐ പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഈ ഒരു സമരം പ്രതിഷേധം അതിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മുന്നോട്ട് പോയത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ തന്നെ ഇതിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. 30% റെയിൽവേയുടെ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചത്. ഒരു മുന്നറിയിപ്പും കൂടെ ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ പാർക്കിംഗ് ഫീസിൽ വർധനമുണ്ടായത്. റെയിൽവേ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. ആ മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഫീസ് വർധനമുണ്ടായത്. എന്തായാലും നിലവിലിപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തിയിലേക്ക്, പോലീസ് വാനിലേക്ക് കയറ്റുന്നൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് അടക്കമുള്ള പ്രവർത്തകരാണ് നിലവിൽ ഈ വാനിനകത്തുള്ളത്. ഈ വാനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ ചാല ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഓഫീസ് ഉപരോധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. റെയിൽവേയുടെ തീവെട്ടിക്കൊള്ളക്കെതിരെ പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച 3, 4, 5 ഇരട്ടിയുമായി വർദ്ധിപ്പിച്ച റെയിൽവേയുടെ തീവെട്ടിക്കൊള്ളക്കെതിരെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അതുമാത്രമല്ല, പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ജില്ലാ ഭാരവാഹികളെ ഉൾപ്പെടെ റെയിൽവേ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ചെയ്തു. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ നൽകിയത്.